പ്രിയപ്പെട്ട ജോർഡ്സ് കുടുംബാംഗങ്ങളെ, 7-4 വരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. 8 പേരെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് എന്തായാലും തുടങ്ങാം. ബാക്കിയുള്ളവർ വരുമെന്ന് പ്രതീക്ഷിക്കാം, കുറച്ച് പേരും കൂടെ. എന്തായാലും കുറച്ച് ആൾക്കാർ പ്രയാസം അറിയിക്കുകയും ചെയ്തിരുന്നു, ഇന്ന് വരാൻ പറ്റില്ല, വേറെ സ്റ്റാഫ് ടൂറ്, അതുപോലെ ഒരു കുട്ടിയുടെ മകൻ്റെ സ്കൂളായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു വിഷയം. അതുപോലെ ഇപ്പോൾ ഗ്രൂപ്പിലൊരാൾ, ഒരു ടീച്ചർ കുറച്ച് വൈകിട്ടാണെങ്കിലും കയറുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പരിപാടി ആരംഭിക്കാം. 10 ദിവസമായി ഉള്ള നമ്മുടെ യാത്രയിൽ എജുവാർഡ്സ് നമ്മളാൽ കഴിയുന്നത് പറഞ്ഞ സമയത്തിനപ്പുറം 3/4 മണിക്കൂറായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. ഒരൊറ്റ ദിവസവും 3/4 മണിക്കൂർ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. മിക്കവാറും 1 മണിക്കൂറും ചിലപ്പോൾ 1.25 മണിക്കൂറൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പരമാവധി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് മാക്സിമം വാല്യൂസ് നൽകാൻ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സ്ട്രക്ചർ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ പരിപാടിയുടേത്. ആദ്യമായിട്ട് നമ്മുടെ സുജ ടീച്ചറാണ്. സുജ ടീച്ചറെ ഞാൻ അങ്ങോട്ട് തന്നെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് പറഞ്ഞതാണ് ഫസ്റ്റ് പറയണം എന്നുള്ളത്. കാരണം പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ഒരു പക്ഷേ ഏറ്റവും വയസ്സ് കൂടിയ ടീച്ചറായിരിക്കും. ഒരു 54 വയസ്സൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ റിട്ടയർമെൻറ്റിന് അടുത്ത ടീച്ചറാണ്. അതുകൊണ്ട് തന്നെ ഒന്നാമതായിട്ട് ആ ടീച്ചർ സംസാരിക്കുന്നതാണ് ഏറ്റവും ഭംഗിയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. കഴിഞ്ഞ ബാച്ചിൽ ആദ്യമായി സംസാരിച്ചത് നമ്മുടെ വിനോദിനി ടീച്ചറായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിനോദിനി ടീച്ചറുടെ വീഡിയോസൊക്കെ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ റിട്ടയർഡ് ആയിട്ട് 4 വർഷം കഴിഞ്ഞിട്ട് ആണ് AI പഠിക്കുന്നത് ആ ടീച്ചർ. അപ്പോൾ ഇതൊക്കെ വെറും നമ്പേഴ്സുകളാണ് ഏജ് എന്നുള്ളതും. യുവാക്കളായ 10-20 വയസ്സുള്ള അല്ലെങ്കിൽ 20-30 വയസ്സുള്ള നമ്മളെപ്പോലത്തെ ടീച്ചേഴ്സിന് അറിയാൻ താല്പര്യമില്ലാത്തത് പോലും വയസ്സായിട്ടും ഈ ടീച്ചേഴ്സൊക്കെ പഠിക്കുക എന്നുള്ളത് യുവതലമുറക്ക് വലിയൊരു പാഠം തന്നെയാണ്. ഇവിടെ വന്നവർക്കല്ല, ഇവിടെ വന്നവർ പഠിക്കാനും മനസ്സിലാക്കാനും തന്നെയാണ്. പലരും നമ്മുടെ പ്രായത്തിലുള്ള പലർക്കും ഇതൊന്നും അറിയില്ലെന്നും ടീച്ചർ ഇപ്പോഴും വിളിക്കാറുണ്ട്, ബന്ധപ്പെടാറുണ്ട്. എന്നോട് പറയുക, ടീച്ചർ ഏതെങ്കിലും ഒരു പോസ്റ്ററൊക്കെ ആക്കിയാൽ ഈ നമ്മളെ പ്രായക്കാർ 10-30 വയസ്സുള്ളവർ ടീച്ചറോട് ചോദിക്കുമ്പോൾ ഇതെങ്ങനെയാണ് ടീച്ചറാക്കിയത്, നല്ല ഭംഗിയുണ്ടല്ലോ, ഇങ്ങനെ എഡിറ്റ് ചെയ്യാനൊക്കെ അറിയാമെന്നുള്ളത്. അപ്പോൾ അറിയാത്തൊരു വലിയൊരു തലമുറ നമ്മുടെ പ്രായക്കാരിലുണ്ട്, 10-30 വയസ്സ് ആയവരിലുണ്ട് എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. ഇത്രയും കഴിഞ്ഞ ആഴ്ച വരെ നിങ്ങളും അവരിൽ ഒരാളായിരുന്നു. ഇത്രയും എളുപ്പമായിട്ടും ഒരുപാട് സമയം കളഞ്ഞത്, അതൊക്കെ നമുക്ക് ഞാൻ അവസാനത്തിൽ ഒന്ന് സംസാരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ ഓർഡർ പ്രകാരം അതിലിപ്പോൾ ചില ആൾക്കാർ പിന്നെ വന്നിട്ടുണ്ടാവില്ല എങ്കിൽ അടുത്ത ആളാണ് പറയേണ്ടത്. പിന്നെ അതുപോലെ പിന്നെ ഇതിലിപ്പോൾ പേര് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് ഓർഡർ. ഇനിയിപ്പോൾ അതിലും പിന്നെ അത് കഴിഞ്ഞിട്ടും ഇവിടെ ഉള്ളവർ ഓരോരുത്തരായി ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ഏറ്റാൽ മതി. ഒന്നുകിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക അടുത്തത്, ഇനി അതല്ലെങ്കിൽ എല്ലാവരും പറയുക. എല്ലാവരെയും കേൾക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്. കാരണം എജുവാർഡ്സ് ഈ നിലയിലെത്തിയത് ഇങ്ങനെ ഓരോരോ ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ്. നിങ്ങളുടെയൊക്കെ ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ലെവലിലേക്ക് എത്തിയത്. പിന്നെ എത്രത്തോളം എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ് എടുത്തപ്പോൾ ഒരു ടീച്ചർ അഭിപ്രായം പറഞ്ഞിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം മൊബൈലിലാണ് കംപ്ലീറ്റ്ലി എടുത്തത്. അപ്പോൾ ഓരോ സ്ഥലത്തേക്ക് ഇപ്പം പോകുമ്പോൾ ഇവിടെ മുകളിൽ ക്ലിക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ലാപ്പിലാവുമ്പോൾ കേഴ്സർ ഇങ്ങനെ പോകുന്നത് കാണും. അപ്പോൾ പെട്ടെന്ന് ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിയും. മൊബൈലിലാവുമ്പോൾ അങ്ങനെ തിരിയണമെന്നില്ല. അപ്പോൾ ആ സമയത്ത് ചെറിയ ഫീസിലാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും നമ്മൾ ആ അഭിപ്രായം അടക്കം പരിഗണിച്ചുകൊണ്ട് ഏറ്റവും നല്ല വോയിസ് ഔട്ട്പുട്ട് കിട്ടാൻ ഇപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും നല്ല ആപ്പിളിൻ്റെ മാക്ബുക്ക് എയർ M5 തന്നെ ടോപ്പ് എൻഡിലുള്ള ലാപ്പ് തന്നെ ഇറക്കുകയും പിന്നെ അതുപോലെ തന്നെ സിസ്റ്റവും കാര്യങ്ങളൊക്കെ പരമാവധി അപ്ഡേറ്റ് ആക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വെറുതെ പറയുന്ന അഭിപ്രായങ്ങളായിരിക്കാം, എന്നാലും അത് എജുവാർഡ്സ് തീർച്ചയായും വിലക്കെടുക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ 10 ദിവസം മുന്നേ ഉള്ള നിങ്ങളുടെ അവസ്ഥ, അതിന് ശേഷം ഇത് പഠിച്ചതിന് ശേഷം നിങ്ങളുടെ അനുഭവത്തിലുള്ള മാറ്റങ്ങൾ, ഇനി നാളെ എജുവാർഡ്സ് എന്തായിരിക്കണം എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ,
ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ പങ്കുവെക്കാവുന്നതാണ്. വിമർശനങ്ങളുണ്ടെങ്കിൽ അതും സ്വാഗതം ചെയ്യുന്നു, ഹാർദവമായി തന്നെ സ്വാഗതം ചെയ്യുന്നു. വിമർശനങ്ങളാണെങ്കിലും എന്താണെങ്കിലും ഇപ്പോൾ നമ്മൾ കേൾക്കാൻ തയ്യാറാണ്. അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ പോസിറ്റീവോ പറയുന്നെങ്കിൽ അതിൽ നിന്ന് ഊർജം സംഭരിച്ചുകൊണ്ട് നമ്മൾ ഇനിയും മുന്നോട്ട് പോകും. ഇനി നെഗറ്റീവാണ് പറയുന്നതെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് അതും ഒരു ഊർജം സംഭരിക്കാനുള്ള വഴിയാക്കിയിട്ട് തന്നെ വീണത് വിദ്യയാക്കുന്നത് പോലെ എഡ്വാർഡ്സ് മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആദ്യമായി ടീച്ചർ സുജ ടീച്ചർ പറഞ്ഞിട്ട് അടുത്ത ഓരോ ആൾക്കാർ പറഞ്ഞതിന് ശേഷം ഞാൻ അവസാനം ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ സുജ ടീച്ചർ ലൈനിലുണ്ടല്ലോ? ഓക്കെ ഓക്കെ ടീച്ചറെ, പിന്നെ വീഡിയോ ഓപ്പൺ ആക്കാൻ പ്രയാസം ഇല്ലെങ്കിൽ എല്ലാവരോടും പറയുന്നത്, സംസാരിക്കുന്നവർക്ക് വീഡിയോ ഓപ്പൺ ആക്കാൻ പ്രയാസം ഇല്ലെങ്കിൽ ഓപ്പൺ ആക്കാം. ഇനി അല്ലെങ്കിൽ വോയിസ് മാത്രമായാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഒരു കൂട്ടായ്മയായിട്ട് എല്ലാവരും പരസ്പരം ഒരു പിന്നെ കുടുംബാംഗങ്ങളെ പോലെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ സൗകര്യം പോലെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദരപൂർവ്വം ആദ്യമായി സുജ ടീച്ചറെ ക്ഷണിക്കുകയാണ്. ടീച്ചർ പറഞ്ഞോളൂ. എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ സാറ് എന്നെ വിളിച്ചിട്ട് നാളത്തെ ലാസ്റ്റ് ക്ലാസ്സിൽ ഫീഡ്ബാക്ക് ടീച്ചർ ആദ്യം പറയണമെന്ന് പറഞ്ഞു. പിന്നെ സാറ് ചിരിയോടുകൂടി പറഞ്ഞു, വയസ്സിൽ മുതിർന്ന ആളല്ലേ എന്ന് ചോദിച്ചു. പക്ഷെ സാറേ, വയസ്സ് കൂടിയത് കൊണ്ടല്ല കേട്ടോ ഞാൻ ഇന്ന് ആദ്യം തന്നെ പറയാമെന്ന് വിചാരിച്ചത്. 10 ദിവസം കൊണ്ട് എൻ്റെ ജീവിതം തന്നെ മാറിയത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറയാമെന്ന് ഏറ്റത്. ഇന്ന് നമ്മുടെ ഈ യാത്രയുടെ 10ാം ദിവസമാണ്, അവസാന ദിവസമാണെന്ന് പറയും. പക്ഷെ എൻ്റെ യഥാർത്ഥ യാത്ര ഇവിടെ നിന്നാണ് തുടങ്ങുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യത്തെ ദിവസം ഈ ഗൂഗിൾ മീറ്റിൽ കയറുമ്പോൾ ഞാൻ ശരിക്കും AI-നെ പേടിച്ചാണ് കയറിയത്. എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുമോ, എനിക്കിത് വഴങ്ങോ എന്ന് നല്ല പേടിയിലാണ് ഞാൻ കയറിയത്. പക്ഷെ ഇപ്പൊ എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഞാൻ മുന്നേ പോസ്റ്ററൊക്കെ ചെയ്യുമായിരുന്നു. പോസ്റ്ററും വീഡിയോ എഡിറ്റിംഗും ഒക്കെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. അതായത് ഞങ്ങളുടെ സോഷ്യൽ സയൻസ് ഗ്രൂപ്പിന് വേണ്ടിയിട്ടും പിന്നെ വീട്ടിലെ റിലേറ്റീവ്സിന്റെ ബർത്ത്ഡേ, അതുപോലെ തന്നെ വെഡിങ് ആനിവേഴ്സറി, ഇതിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ പോസ്റ്റർ നിർമ്മിക്കാറുണ്ട്. പക്ഷെ ഞാൻ ആ മലയാളം എഡിറ്ററും തുറന്നു വെച്ച് ഞാൻ മണിക്കൂറുകളോളം അതിലിരിക്കാറുണ്ട്. ഓരോ സെന്റൻസും എടുത്ത് വളച്ചും മടക്കിയും ഒടിച്ചൊക്കെ അതിനകത്ത് ചേർക്കാനായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ശ്രമിക്കാറുണ്ട്. കുറെ അധികം കഷ്ടപ്പെട്ടൊക്കെയാണ് ഞാനത് ഉണ്ടാക്കാറ്. എന്നാൽ തന്നെയും അതിന് ഉണ്ടാക്കി കഴിയുമ്പോൾ ശരിക്കും ഒരു സംതൃപ്തിയും തോന്നാറില്ല, വലിയ ഭംഗിയൊന്നും തോന്നാറില്ല. വീഡിയോയും അതെ അതുപോലെ തന്നെ. എന്റെ മോൻ എപ്പോഴും പറയും അമ്മയുടെ പോസ്റ്ററിനൊക്കെ ഒരേ ചായയാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, സോഷ്യൽ സയൻസ് ടീച്ചേഴ്സിന്റെ. ജില്ലയിലെ എല്ലാ ടീച്ചർമാരും അതിനകത്തുണ്ട്. അപ്പൊ അതിന് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും. ആരെങ്കിലും ഏതെങ്കിലും മാഷന്മാര് ഒരു PPT-യോ നോട്ടോ ഒക്കെ ഇടുന്നത് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട്. കാരണം അത് കിട്ടിയിട്ട് വേണം എനിക്ക് ക്ലാസ്സിൽ അത് കൊണ്ടുപോകാനായിട്ട്. ചില ദിവസം കിട്ടും, ചിലപ്പോ കിട്ടില്ല. ചിലപ്പോ ഞാൻ കിട്ടിയില്ലെങ്കിൽ ആ ചാപ്റ്റർ എടുക്കാതെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എത്ര ദിവസമാണെന്നറിയാം ഞാൻ ഒരു PPT-ക്ക് വേണ്ടിയിട്ട് ആ ഗ്രൂപ്പിൽ വെയിറ്റ് ചെയ്തിരുന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ക്യൂസ് എനിക്ക് ഈ ഗൂഗിൾ ഫോം ഉണ്ടാക്കാൻ സത്യത്തിലധികം അത്ര കഴിവില്ല. മാഷന്മാര് ഇതേപോലെ ടീച്ചേഴ്സ് അതിലിടും. അത് ചിലപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ അയച്ചു കൊടുക്കാറുണ്ട് ക്ലാസ് ഗ്രൂപ്പിൽ. മിക്കവാറും ക്യൂസ് ഞാൻ ക്ലാസ്സിൽ നടത്തുകയാണ് ചെയ്തത്. ഇതുപോലെ ഞാൻ ക്യൂസ് നടത്തിയിട്ടേ ഇല്ല. അതുപോലെ തന്നെ TLM ഉണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്, ടീച്ചേഴ്സ്. TLM ഇതുപോലെ ചില സാറുമാര് TLM ഉണ്ടാക്കി അതിനകത്തിടും. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ നേരെ കോപ്പി അടിച്ചാൽ മതിയല്ലോ എന്ന് വെച്ചിട്ട് ആ ഗ്രൂപ്പിൽ കയറാൻ ഞാൻ ശ്രമിച്ചിട്ട് ആളധികമായിട്ട് കയറാൻ പറ്റിയിട്ടില്ല. 3 ഗ്രൂപ്പ് അവരുണ്ടാക്കിയിട്ടുണ്ട്, 3-ലും എനിക്ക് കയറാൻ പറ്റിയിട്ടില്ല. ആ വിഷമം എനിക്ക് ഇപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് എന്തു മാറ്റാണ്. എനിക്ക് ആർക്കും വേണ്ടി കാത്തിരിക്കേണ്ട. ഓരോ ചാപ്റ്ററിനുള്ള PPT, നോട്ട്, ഓഡിയോ, ക്വിസ്, വീഡിയോ, TLM എന്ത് വേണം ഒക്കെ എനിക്കിപ്പോ ഉണ്ടാക്കാൻ അറിയാം. എന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്റെ സമയത്ത് എന്റെ രീതിയിൽ എനിക്ക് ഉണ്ടാക്കാൻ അറിയാം. ഇതെല്ലാം മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ആരെങ്കിലും ഇതിനു മുമ്പ് പറയായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്കിത് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കി ഇതെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കാം. ഒരു അധ്യാപികയ്ക്ക് ആവശ്യമുള്ള എന്ത് കാര്യവും ഇപ്പൊ ഇതിലുണ്ട്. ഒരു തമാശയായിട്ടെങ്കിലും പറയട്ടെ, ഒരു കാര്യം കൂടെ വേണമായിരുന്നു. കാരണം ഞാൻ ഇതിൽ ടീച്ചർ ആയേ പിന്നെ എനിക്ക് എല്ലാ ഇലക്ഷൻ ഡ്യൂട്ടിയും സെൻസസ് ഡ്യൂട്ടിയും ഒക്കെ കിട്ടുന്നുണ്ട്.
അതിനെന്തെങ്കിലും ഒരു AI ടൂള് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഞാൻ തമാശയോടുകൂടി പറയണം. സാറ് ഞങ്ങൾക്ക് വെറുതെ AI ടൂള് പരിചയപ്പെടുത്തല്ല ചെയ്തത്, കാത്തിരിക്കുന്ന എന്നെ നിർമ്മിക്കുന്ന ഒരാളാക്കി മാറ്റി. കൂടാണ്ട് കഷ്ടപ്പാട്, അതുപോലെ തന്നെ കഷ്ടപ്പാട് കുറയ്ക്കാനും പിന്നെ വേഗതയിൽ ഉണ്ടാക്കാനും, കൂടാതെ ക്രിയേറ്റിവിറ്റിക്ക് ചിറക് വയ്ക്കാൻ വരെ AI എങ്ങനെ ഉപയോഗിക്കാമെന്ന് സാറ് പഠിപ്പിച്ചു. ഒരു വലിയ നേട്ടമായിട്ടാണ് എനിക്കിത് മനസ്സിലാക്കുന്നത്. ഇതിനിടയിൽ ഉണ്ടായിരുന്ന 2 കാര്യങ്ങൾ എനിക്ക് പറയണം. എൻ്റെ 2 അനുഭവങ്ങളാണ്. ഒന്നാമത്തത് 3-ാമത്തെ ദിവസമോ 2-ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു, നമ്മളെ വീഡിയോ ഉണ്ടാക്കാൻ പഠിപ്പിച്ച ദിവസം. ഞാനത് സാറ് പറഞ്ഞപ്പോ ഇവിടെ ഇരുന്ന് ഉണ്ടാക്കാനൊക്കെ ഞാൻ വല്ലാതെ ശ്രമിച്ചു. കുറെ നേരം ഞാൻ ഇരുന്ന് ശ്രമിച്ചു. പ്രോ വെർഷൻ ഇല്ലാത്തതുകൊണ്ട് ജെമിനിയുടെ പറ്റിയില്ല. പിന്നെ എനിക്ക് എന്തോ ഫ്ലോയിൽ കയറാൻ പറ്റണില്ല. കുറെ നേരം ഇരുന്ന് ശ്രമിച്ചിട്ട് ഞാൻ വിചാരിച്ചു അത് കുഴപ്പമില്ല, ഇനി ഉണ്ടാക്കാൻ പറ്റണില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേണ്ട, ഇത്രയും അംഗങ്ങളുള്ള ഒരു ഗ്രൂപ്പ് അല്ലേ, കുറെ പേരൊക്കെ എന്തായാലും ഉണ്ടാക്കിയിടും, സാറ് ഇതൊന്നും ശ്രദ്ധിക്കില്ല, ആരിട്ടില്ല ഇതൊന്നും ശ്രദ്ധിക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഉച്ച കഴിഞ്ഞപ്പോഴേക്കും സാറ് എന്നെ പേഴ്സണൽ ഒരു മെസ്സേജ് ഇടണേ, എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യാത്തതെന്നും പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ എന്റെ പ്രശ്നം സ്ക്രീൻഷോട്ടായിട്ട് സാറിന് അയച്ചു കൊടുത്തു. വളരെ ക്ഷമയോടും സമാധാനത്തിലും എനിക്ക് അതിന്റെ പ്രശ്നം പറഞ്ഞു തന്നു. ഞാനത് പെട്ടെന്ന് എനിക്ക് അതിൽ ഫ്ലോയിൽ കയറാൻ പറ്റി. ഞാനൊരു സീസണിന്റെ ഒരു വീഡിയോ ഉണ്ടാക്കി ഞാൻ അപ്പൊ തന്നെ അയക്കാൻ പറ്റി. അപ്പൊ എനിക്ക് അന്ന് മനസ്സിലായി സാർ ഒരു വെറുതെ ഒരു ടീച്ചർ മാത്രമല്ല, ഒരു വഴികാട്ടിയായിട്ട് ഒപ്പുണ്ടെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. പിന്നെ അത് മാത്രല്ല, ഈ മുടങ്ങാതെ എന്നും വർക്കുകൾ ചെയ്യാനുള്ള ഒരു ആവേശം, ഒരു എനർജി എനിക്ക് അന്ന് കിട്ടുകയും ചെയ്തു. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വീഡിയോ ഒക്കെ ഉണ്ടാക്കാൻ നന്നായി പഠിച്ചു. ഞാനൊരു വീഡിയോ ഉണ്ടാക്കി ഞാൻ ഗ്രൂപ്പിലിട്ടു. അത് ഇട്ടപ്പോ തന്നെ സാറ് എന്നെ വിളിച്ച് പേഴ്സണലി വിളിച്ചിട്ട് സൂപ്പർ ആയിട്ടുണ്ടെന്ന് എന്നോട് പറയും. അത് സാറ് ഇൻസ്റ്റാഗ്രാമിൽ കൊളാബ് ചെയ്യുകയും ചെയ്തു. അത് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. മാത്രമല്ല, ഞാനിപ്പോ ഒരു ശരിയായ വഴിയിലാണെന്ന് എനിക്കന്ന് മനസ്സിലാവുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ ഇത്രയും പ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും സാറിന്റെ ഗുരുവാണ്. സാറേ ഇതിനിടയിൽ സ്റ്റോപ്പായി പോയി, എല്ലാവരും റീജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ പറഞ്ഞോളൂ ടീച്ചർ. ഞാൻ എവിടം വരെ ആര് കേട്ടു എന്നുള്ളതറിയില്ല. സാറേ എവിടം വരെ അതെ, ലാസ്റ്റ് പ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാന് എന്റെ ആ വീഡിയോ ഇട്ടതും അത് സാറ് കൊളാബ് ചെയ്തതും ഒക്കെ എന്റെ വളരെ ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് സാറ് എന്റെ ഗുരുവാണ്. ഇത്രയും പ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഗുരുവിന് ശിഷ്യന് ഏറ്റവും നന്നായി കൊടുക്കേണ്ട ഒരു ഗുരുദക്ഷിണ എന്നുള്ളത് പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രയോഗിക്കുക എന്നുള്ളതാണ്. എന്റെ ടീച്ചിങ് ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടാണ് ഞാനിത് കണക്കാക്കുന്നത്. പിന്നെ ടെക്നോളജി മനസ്സിലാക്കൽ മാത്രമല്ല, കാലത്തിനനുസരിച്ച് ഒരു ടീച്ചറെ മാറ്റാനായിട്ട് ഈ ക്ലാസ് കൊണ്ട് കഴിഞ്ഞു. എന്തായാലും ഈ AI ക്ലാസ്സിന്റെ അവസാന ദിവസത്തിൽ എനിക്ക് ഒരേ ഒരു വാക്ക് മാത്രമേ പറയാനുള്ളൂ. നന്ദി, ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു. ഓക്കെ, ഒരുപാട് നന്ദി ടീച്ചർ. ഇനി അടുത്തതായി സംസാരിക്കേണ്ടത് രമ്യ ടീച്ചറാണ്. ടീച്ചർ ലൈനിലുണ്ടോ? ടീച്ചറാണോ കുറച്ച് ഡിലേ ആവുമെന്ന് പറഞ്ഞത്? യെസ്, ടീച്ചർ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ട് കയറുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൂന്നാമതായി ആശ ടീച്ചർ ലൈനിലുണ്ടോ? ടീച്ചറെ മൈക്ക് അൺമ്യൂട്ട് ചെയ്താൽ ഓക്കെ.
ശരി. ഉണ്ട് സാർ. ഓക്കെ, പറഞ്ഞോളൂ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇടുക്കി ജില്ലയിലെ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴി സ്കൂളിൽ LP സ്കൂളിലാണ് ഞാൻ. സ്കൂളിലെ HM ആണ്. എനിക്ക് എല്ലാ ക്ലാസ് എല്ലാം ഞാൻ അറ്റൻഡ് ചെയ്തു. പക്ഷെ എല്ലാ വർക്കും കറക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ചെയ്യാനൊന്നും സാധിച്ചില്ല. കാരണം സ്കൂളിൽ എല്ലാ ദിവസവും പോകേണ്ടി വന്നു. ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് കുറച്ച് ദൂരെയാണ്. അതുകൊണ്ട് എനിക്ക് കുറെ യാത്ര ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് എല്ലാ വർക്കും ചെയ്യാനൊന്നും സാധിച്ചില്ല. എന്നാലും പറ്റുന്ന പോലെയൊക്കെ ചെയ്തു. ഇനിയിപ്പോ വീഡിയോ കണ്ടിട്ട് വീണ്ടും എനിക്ക് പെൻഡിങ് ഉള്ള വർക്കൊക്കെ വീഡിയോ കണ്ടിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ ഒക്കെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വളരെ നല്ല ഒരു സാറിന്റെ ഭാഗത്തുനിന്ന് ആ ക്ലാസ് എടുത്ത് നല്ല ഭംഗിയായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ആണ് എല്ലാ ക്ലാസ്സും. എനിക്ക് ചെയ്യാൻ കഴിയാത്തത് എന്റെ സമയക്കുറവുകൊണ്ട് മാത്രമാണ്. പിന്നെ ഇതൊരു ഇങ്ങനെ ഒരു ഇത് ചെയ്തതുകൊണ്ട് ഈ AI ഉപയോഗിച്ച് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന് മനസ്സിലാക്കി. ഇത് ഗ്രൂപ്പിലൊക്കെ വരുന്ന വർക്കുകൾ ഇത് എങ്ങനെ ഉണ്ടാക്കാം, പലപ്പോഴും ആ ടെംപ്ലേറ്റ്സ് ഒക്കെ ഇടുമ്പോൾ അതിലൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഓരോന്നും മാറ്റി ഒക്കെ ഇട്ട് അങ്ങനെ ചിലപ്പോൾ അത് സേവ് ആയി പോവും, പിന്നെ മാറില്ല, വീണ്ടും ആദ്യം പോലെ ഒന്നോടെ അങ്ങനെ ഒത്തിരി സമയം ഇതിനു വേണ്ടി നേരത്തെയൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി സമയം ചെലവഴിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ മുന്നിൽ ഒത്തിരി സമയം എടുക്കുന്നത് കൊണ്ട് ചെയ്യാൻ മടി തോന്നും. പിന്നെ ഏതെങ്കിലും ഗ്രൂപ്പിലൊക്കെ വരുന്നത് വീണ്ടും വീണ്ടും എടുത്ത് ഉപയോഗിക്കുകയൊക്കെ ചെയ്തോണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ഇത് നമുക്ക് കുറെ ചെയ്യാൻ സാധിക്കും എന്ന് മനസ്സിലായി. ഇതിൽ നിന്ന് നമുക്ക് കുറെ ചെയ്യാൻ പറ്റും എളുപ്പമായിട്ട്. ഇത്ര AI ഉപയോഗിച്ച് ഇത്രയും എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കി തന്നതിന് സാറിന് ഒരുപാട് നന്ദിയുണ്ട്. എങ്ങനെ ഇത് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റും? എനിക്കിപ്പോ എന്റെ LP സ്കൂളിൽ ഞാൻ 2ാം ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എന്റെ പിള്ളേർക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും, ചെയ്യുമെന്ന് ഞാൻ ഉറപ്പ് വരുക. സാറിന് ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും കൂടുതൽ ബാച്ചുകൾ തുടങ്ങാനും സാറിന്റെ ഉദ്യമം വിജയിക്കാനും എന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും അറിയിക്കുന്നു. നന്ദി. ഓക്കെ, താങ്ക് യു ടീച്ചർ. ഇനി അടുത്തതായി കാർത്തിക ടീച്ചറാണ്. ലൈനിലുണ്ടോ? ഓക്കെ ടീച്ചർ പറയൂ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വീഡിയോ ഓൺ ആക്കുന്നുണ്ടാവില്ല അല്ലേ? നെറ്റിന്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് വോയിസ് കേട്ടില്ലെന്ന് വിചാരിച്ചിട്ടാ. പറഞ്ഞോളൂ. ഈ 10 ദിവസത്തെ ക്ലാസ് വളരെ നല്ല ക്ലാസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് AI പഠിക്കണം എന്നുള്ള നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെ തുടങ്ങേണ്ടത്, എവിടുന്ന് പഠിക്കും, അങ്ങനെയൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന സമയത്തായിരുന്നു ഞങ്ങൾ സ്കൂളിൽ ഇങ്ങനെ ചർച്ച ചെയ്തിരുന്നു. നമ്മൾ ഇപ്പുറത്തൊക്കെ ഉള്ള സ്കൂളുകാരുടെ പോസ്റ്ററും വീഡിയോസും ഒക്കെ കാണുമ്പോൾ നമ്മൾ എങ്ങനെ അങ്ങനത്തെ ചെയ്യാം എന്നുള്ള വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു കോഴ്സിന്റെ പോസ്റ്റർ കാണുന്നതും ജോയിൻ ചെയ്യുന്നതും. ഇത് ഭയങ്കര ടഫാണ് എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിലായിരുന്നു സാറിന്റെ ക്ലാസ് ഉണ്ടായിരുന്നത്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു തന്നതുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായി എളുപ്പത്തില് കംഫർട്ടബിൾ ആയിട്ട് പഠിക്കാൻ പറ്റി. നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് കിട്ടി. നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത് കുറെ പോസ്റ്ററൊക്കെ ഇരുന്ന് ചെയ്യാൻ നമ്മൾ ക്യാൻവയൊക്കെ തുറന്നു വെച്ച് കുറെ നേരം ഇരിക്കും. എത്ര ചെയ്താലും നമുക്കൊരു തൃപ്തിയാവാത്തൊരു കുറെ കാര്യങ്ങൾ ഇങ്ങനെ തിങ്ങിക്കൂടിയിരിക്കണ പോലത്തെ പോസ്റ്ററൊക്കെയാണ് എന്നുള്ളൊരു തോന്നല് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ പോസ്റ്റർ ഡിസൈനിങ്ങും അതേപോലെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനൊക്കെ എളുപ്പമായിട്ട് തോന്നി. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനെ നല്ല ക്ലാസ് എടുത്ത് തന്ന സാറിന് നന്ദി അറിയിക്കുന്നു. താങ്ക് യു ടീച്ചർ. ഇനി അടുത്തതായിട്ട് ജൂബി ടീച്ചറാണ്. ലൈനിലുണ്ടോ? ഉണ്ട് സാറേ. പറഞ്ഞോളൂ. നമുക്ക് വീഡിയോ ഓൺ ആക്കുന്നെങ്കിൽ ഓൺ ആക്കാം, അല്ലെങ്കിൽ വോയിസിൽ പറയാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജൂബി മാത്യു.
ഇടുക്കി ജില്ലയിലാണ്. ഞാൻ ഡെയിലി വേജ് ടീച്ചറാണ്. ഇപ്പൊ നെടുങ്കണ്ടം പഞ്ചായത്ത് സ്കൂളിലായിരുന്നു ലാസ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനെ കുറിച്ച് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് പറയാം. ജസ്റ്റ് ഇങ്ങനെ ഒരു ക്ലാസ് എൻ്റെ ഒരു ഇത് പരസ്യം കണ്ടപ്പോൾ ജസ്റ്റ് പഠിക്കാൻ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഓരോ നല്ല നല്ല പോസ്റ്ററുകളൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് വളരെയധികം ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു എങ്ങനെ ചെയ്യും എന്നൊക്കെ. അപ്പോൾ ജസ്റ്റ് ചുമ്മാ ഒന്ന് ഇത്രയും ഇത്ര എഫക്റ്റീവായ ഒരു ക്ലാസ് ആയിരിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല ജോയിൻ ചെയ്തത്. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം എങ്ങനെയിരിക്കും എന്നറിയാമല്ലോ എന്നോർത്താണ്. പക്ഷേ ക്ലാസ് തുടങ്ങി 1-2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇത്രമാത്രം ആദ്യത്തെ ദിവസത്തെ ക്ലാസ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ കുറച്ച് പെൻഡിങ് ഒക്കെ ആയിപ്പോയി. അപ്പം കുറെ പിന്നീട് ക്ലാസ്സൊക്കെ കേട്ടാണ് എങ്കിലും കുറച്ച് വർക്കുകൾ കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഞാൻ ചെയ്തു കൊള്ളാം. എങ്കിലും സ്കൂളിലൊക്കെ ആണെങ്കിലും നമ്മള് പ്രത്യേകിച്ച് കുട്ടികളുടെ ബർത്ത്ഡേ, അതുപോലെ ക്ലാസ്സിലെ ആക്ടിവിറ്റീസ്, അതിന്റെ വീഡിയോസ് ഒക്കെ ചെയ്യേണ്ടി വരുമ്പോൾ പ്രത്യേകിച്ച് ക്യാമറ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ടൈംലെറ്റ്സ് ഒക്കെ തപ്പി ഒരുപാട് സമയം ഞാനും വേസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പം ഒരു വീഡിയോ ഒക്കെ റെഡിയായി വരുമ്പോഴത്തേക്കും ചിലപ്പം പിറ്റേ ദിവസം അല്ലെങ്കിൽ 2-3 ദിവസമൊക്കെ എടുത്താണ് ഓരോ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ ക്ലാസ് 9 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും എത്രമാത്രം സിമ്പിൾ ആയിരുന്നു എന്നൊക്കെ ഇപ്പോഴും വളരെയധികം അത്ഭുതത്തോടെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഒരു വീഡിയോ, അതായത് നമ്മള് വൈറ്റ് സ്റ്റുഡിയോ അതില് ചെയ്യുമ്പോഴും പിന്നെ അതുപോലെ ഇപ്പൊ ഒരു പോസ്റ്റർ. അപ്പൊ ഞാനൊരു ഇഗ്നോയുടെ കോഴ്സും ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സമയം അതിന്റെയൊക്കെ ഒരു നോട്ട്സ് ഒക്കെ സിമ്പിൾ ആയിട്ട് നമ്മള് ജെമിനിയിലൊക്കെ ചോദിക്കുമ്പോൾ അതെല്ലാം വളരെ പോയിന്റ് വൈസ് ആയിട്ട് സിമ്പിൾ ആക്കി തരുന്നു. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷം. ചുമ്മാ ചെയ്തൊരു വീഡിയോ അല്ലെങ്കിൽ ചുമ്മാ ചെയ്ത ഒരു ഒരു ഷോർട്സ് ഒക്കെ ചുമ്മാ ഒരു തമാശ പോലെ ചുമ്മാ ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്തു. അതൊക്കെ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ 1000 അത്രയും വ്യൂസ് ഒക്കെ വന്നു. ഇപ്പം അധികം കയറുന്നില്ലെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വളരെയധികം സന്തോഷമായിരുന്നു. അതുപോലെ തന്നെ സാറ് പേഴ്സണലായിട്ട് മെസ്സേജ് ഒക്കെ ഇടുക, പിന്നെ കൊളാബ് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പോലും ഇല്ലായിരുന്നു. അപ്പൊ അത് നമ്മുടെ രമ്യ ടീച്ചറിനോടൊക്കെ ചോദിച്ചൊക്കെയാണ് ചെയ്യാൻ പഠിച്ചതും. സാറിനോടും ചോദിച്ചായിരുന്നു, സാറും പറഞ്ഞു തന്നെങ്കിലും പിന്നെ രമ്യ ടീച്ചറിനോടും കൂടെ ചോദിച്ചാണ് അത് പഠിച്ച് അങ്ങനെ ഇപ്പൊ പുതിയ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഓരോരോ കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്തിങ്ങനെ മറ്റുള്ളവര് ഇത് കാണാനൊക്കെ തുടങ്ങിയപ്പം ഒത്തിരി സന്തോഷം. കൂടാതെ ഇതുപോലെ പോസ്റ്ററുകള്, വീഡിയോസ് ഒക്കെ ഇത്ര സിമ്പിൾ ആയിട്ട് നമ്മള് കുഞ്ഞു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ കയ്യിലോട്ട് അത് നമ്മുടെ ആഗ്രഹിച്ചതിനേക്കാളും നല്ല ക്ലാരിറ്റിയോട് കൂടി കിട്ടുന്ന വീഡിയോസ്. ഇതൊക്കെ കൊണ്ടാണോ നമ്മൾ ഇത്രയും നാളും കൊണ്ട് നടന്നത്? ഈ കുഞ്ഞു ഫോണിനകത്ത് നമ്മൾ ഇത്രയെല്ലാം കാര്യങ്ങള് ഇതിനകത്ത് നമ്മളെ കാത്തിരിപ്പുണ്ടായിരുന്നുള്ള കാര്യം മനസ്സിലാക്കി തന്ന ഈ എജു ആർട്സിനും ഇബ്രാഹിം സാറിനും വളരെയധികം നന്ദി. സാറിന്റെ പ്രോത്സാഹനത്തിനും ഈ ക്ലാസ് കൊണ്ടുണ്ടായ എന്നിലുള്ള മാറ്റത്തിനും ഒരുപാട് നന്ദി അറിയിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നന്ദി. രമ്യ ടീച്ചർ വന്നിരുന്നോ? ലൈവിലുണ്ടോ? നിങ്ങൾ സ്കൂളിലെ ടീച്ചറാന്ന് തോന്നുന്നു അല്ലേ, ജൂബി ടീച്ചർ? ഞാന് പട്ടാമ്പി ഗവൺമെന്റ് UP സ്കൂളിലെ ടീച്ചറാണ്. എന്താ പറയാ, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ അത് അന്നലെ മാഷ് ഗ്രൂപ്പിൽ ഇട്ടപ്പോ തന്നെ എനിക്ക് സാർക്ക് ഫീഡ്ബാക്ക് തരണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. കാരണം അത്രയും സന്തോഷം, നന്ദിയുണ്ട്. കാരണം ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇത്രയും പെട്ടെന്ന് എനിക്ക് നേടിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ ഈ 10 ദിവസത്തെ കോഴ്സിന് ജോയിൻ ചെയ്യുന്ന സമയത്ത് കരുതിയിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് നടന്നപ്പോ ശരിക്കും ഭയങ്കര സന്തോഷമുണ്ട്. സാറ് അന്ന് പറഞ്ഞില്ലേ, നമ്മളെ സ്കൂളിൽ നമുക്ക് ഓരോ റെസ്പോൺസിബിലിറ്റി കിട്ടുമ്പോ നമ്മളത് എങ്ങനെ ചെയ്യണം എന്ന് അറിയാതിരിക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടല്ലോ, അത് ഞാനും കുറച്ച് അനുഭവിച്ചിട്ടുണ്ട്. നമുക്ക് അത്ര റെസ്പോൺസിബിലിറ്റി ഒരാളുടെ മേത്ത് അവിടെ തരാറില്ല. കാരണം ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടാവുകൊണ്ട് ഷെയർ ചെയ്യും. എങ്കിലും അപ്പൊ നമുക്ക് ഉണ്ടാവുമല്ലോ, എനിക്കൊന്ന് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളൊരു ഇത് വരുമല്ലോ. ഞാൻ പോസ്റ്റർ മേക്കിംഗ് ആപ്പൊക്കെ ഉപയോഗിച്ച് ഒരുപാട് പോസ്റ്റർ നിർമ്മിച്ചിട്ടുണ്ട്. ഒരുപാട് സമയം
അതിന്റെ പിന്നിലിരുന്ന് ഒരുപാട് ഇത് എടുക്കുമ്പോ അത് പോയി അത് അതിന്റെ അടിയിൽ മറിഞ്ഞൊക്കെ മടുത്തിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഞാന് സാറിപ്പം ഒന്ന് കണ്ടിട്ടുണ്ടാവും തോന്നുന്നു, ഞാൻ സ്റ്റാറ്റസ് ഇട്ട് സ്കൂളിന്റെ എത്ര വേഗം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര സന്തോഷമുണ്ട്. അതിന് ഒരുപാട് നന്ദി സാറോടാണ്, ഇബ്രാഹിം സാറിനാണ് ഫുൾ ക്രെഡിറ്റും. അതുപോലെ തന്നെ എജു ആർട്സിനും ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവര് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല, ഓരോരുത്തർക്കും ഓരോ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു. എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ സാർ, ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങള് ഇത്രയും പെട്ടെന്ന് എനിക്ക് നേടിയെടുക്കാൻ പറ്റിയല്ലോ എന്നുള്ളത്. അതുപോലെ തന്നെയാണ് വീഡിയോ വാർഷികത്തിന്റെ ഒക്കെ സമയത്ത് നമുക്ക് പബ്ലിസിറ്റി ഒക്കെ കിട്ടുന്ന സമയത്ത് വീഡിയോ ഉണ്ടാക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് ഇങ്ങനെ നേരിടാറുണ്ട്. ഇനിയിപ്പോ അതൊന്നും വിഷമിക്കണ്ടല്ലോ. പോസ്റ്റർ ആയാലും എന്തായാലും സ്ലൈഡ്സും എല്ലാം റെഡി ആക്കി തന്നു. ഒരുപാട് നന്ദിയുണ്ട്. നല്ല സാറിന് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്. ഇതൊക്കെ ഓവർകം ചെയ്തിട്ട് നല്ല സ്കൂളിലൊക്കെ സ്റ്റാർ ആയിട്ട് വരാൻ നല്ലതുള്ള സാറാണ്. എത്ര നന്നായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്, എത്ര വേഗം മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഒരുപാട് നന്ദി കേട്ടോ ഇബ്രാഹിം സാർ, എന്റെ എജു ആർട്സ് എല്ലാ ഫ്രണ്ട്സിനും. ഓക്കെ, താങ്ക് യു. ഇനി പേര് തന്നവരൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അല്ലാത്തവർക്ക് ഏറ്റെടുത്ത് പറയാവുന്നതാണ്. പെട്ടെന്ന് മുന്നോട്ട് വന്നാൽ നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കാം. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സാർ, ഞാൻ രജിത. ഓക്കെ, ഇവിടെ പാലക്കാടാണ്, കൃഷ്ണടുത്താണ് വീട്. ഞാൻ 4ാം ക്ലാസ്സിലാണ്. എനിക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും എല്ലാ ദിവസവും ക്ലാസ് അറ്റൻഡ് ചെയ്യുമെങ്കിലും ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ ഈ സ്കൂളിൽ പോകേണ്ടതും ടീച്ചർ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ആവുമ്പോൾ തിരക്കായിട്ട് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ചില കാര്യങ്ങൾ മനസ്സിലായിട്ടും ഇല്ല. അതുപോലെ അപ്പൊ ഇങ്ങനെ സംശയങ്ങൾ ഞാൻ ചോദിക്കും, അപ്പൊ പറഞ്ഞു തരണം. അപ്പൊ അതാണ് ആവശ്യം. എന്തായാലും നന്നായിരുന്നു. 10 ദിവസത്തെ ക്ലാസ് വളരെ ഉപകാരമായിരുന്നു. എന്തായാലും വീണ്ടും സഹായം ചോദിക്കും, അപ്പൊ പറഞ്ഞു തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത ആള് വന്നാൽ പെട്ടെന്ന് നമുക്ക്. ഞാൻ ബബിത, GLP സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. 10 ദിവസത്തെ ക്ലാസ് വളരെ യൂസ്ഫുൾ ആയിരുന്നു. എനിക്ക് ആദ്യം പോസ്റ്റർ ഒക്കെ ഉണ്ടാക്കുമായിരുന്നു, പക്ഷെ അത് അത്ര പെർഫെക്ഷൻ ആയിട്ട് തോന്നിയിട്ടില്ലായിരുന്നു. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത മുതൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, എനിക്കതൊക്കെ ചെയ്യാൻ കഴിയും. പോസ്റ്റർ ഉണ്ടാക്കാനും നല്ല രീതിയിൽ വീഡിയോയും പോസ്റ്ററും ഒക്കെ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ഒരു കോൺഫിഡൻസ് കിട്ടി. എന്തായാലും ക്ലാസ് വളരെയേറെ ഉപകാരപ്രദമായിരുന്നു. താങ്ക് യു സാർ. ഇനി കുറെ വർക്ക് ഞാൻ പെൻഡിങ് ഉണ്ട്. ചില വർക്ക് സബ്സ്ക്രിപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ചില വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാലും ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ഇനിയുള്ള ദിവസങ്ങൾ ചെയ്തു നോക്കുകയും അത് ക്ലാസ്സിൽ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാനും കഴിയുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. എന്തായാലും താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. അടുത്തയാള്. സാർ, ഞാൻ ഡെറീന ടീച്ചറാണ്. അപ്പം എനിക്ക് റേഞ്ച് കുറവായതുകൊണ്ട് ഞാൻ വീഡിയോ ഓൺ ആക്കാത്തത് ഇവിടെ. സാറിന്റെ ക്ലാസ് വളരെ യൂസ്ഫുൾ ആയിരുന്നു. ഞാൻ എന്തായാലും ഇതിന്റെ പരസ്യം കണ്ടപ്പം പങ്കെടുക്കണമെന്ന്. ഞാൻ ഇനി 1 വർഷം കൂടി എനിക്കുള്ളൂ റിട്ടയർ ചെയ്യാൻ. എങ്കിലും ഈ വർഷത്തിൽ എന്തെങ്കിലും പുതുതായിട്ട് എനിക്ക് ചെയ്യാമെന്നുള്ളൊരു പ്രത്യാശയോടുകൂടിയിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. 2-3 ദിവസം ചില ശാരീരിക പ്രയാസങ്ങൾ കാരണം ക്ലാസ് അറ്റൻഡ് ചെയ്തു കിടന്നുകൊണ്ട് എന്നാലും ചില വർക്ക് ഞാൻ ചെയ്ത് നോക്കണം. അത്ര എനിക്ക് ആ വീഡിയോ തയ്യാറാക്കുന്നത്. ബാക്കിയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ചിലത് ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്, ചിലത് ഞാൻ എന്റെ ഹസ്ബൻഡിലേക്ക് അയച്ചു കൊടുക്കുന്നു. ബാക്കി ഗ്രൂപ്പിൽ ഇടാത്തതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാരണം ഞാനൊരു ശിശുവാണ്. എന്റെ സ്കൂളിലായാലും ഒരുപാട് ജൂനിയേഴ്സ് ഉള്ളത് കാരണം എല്ലാവരും തയ്യാറാക്കും. വീഡിയോസ് ആയാലും എന്തൊക്കെയായാലും അവര് കുറച്ചും കൂടെ ബെറ്റർ ആണല്ലോ നമ്മളെക്കാളും. നമ്മള് കുറച്ച് അതല്ലേ, നമ്മളുടെ കാലത്തൊന്നും അങ്ങനെ അന്നേരം ഉണ്ടായിട്ടില്ലല്ലോ. പക്ഷെ ഇപ്പൊ എനിക്ക് ഏറ്റവും മെയിനായി പറയാനുള്ള വീഡിയോ മേക്കിംഗ്, അതുപോലെ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയി തോന്നിയത് എല്ലാം നല്ലതാണ്, എല്ലാം യൂസ്ഫുൾ ആണ്. പക്ഷെ എന്റെ ക്ലാസ്സിലേക്ക് സ്ലൈഡ് തയ്യാറാക്കുന്ന ഞാൻ മറ്റുള്ള ടീച്ചേഴ്സിനെ ആശ്രയിച്ച് നമുക്ക് എന്തായാലും ക്ലാസ് എടുക്കുമ്പോൾ സ്ലൈഡ് കാണിച്ച് നമുക്ക് ചെയ്യേണ്ട ഒരുപാട് പ്രവർത്തനങ്ങൾ സയൻസ് എടുക്കുന്ന കാരണം ഉണ്ട്. അപ്പൊ ഞാനിപ്പം അത് പഠിച്ചു, സ്ലൈഡ് തയ്യാറാക്കുന്നത് എങ്ങനെയാ. അത് എനിക്ക് വളരെ ഒരു ബ്ലെസ്സിങ് ആയി എനിക്ക് തോന്നുന്നു. അതുപോലെ TMഉം ഒരുപാട് പോയിന്റുകൾ നമ്മള് വിചാരിക്കാത്ത, സാധാരണ നമ്മള് ഹാൻഡ് ബുക്കും ടീച്ചിങ് മാനുവലും ടെക്സ്റ്റ് ബുക്കൊക്കെ വെച്ചിട്ടാണല്ലോ തയ്യാറാക്കുക.
അപ്പൊ എന്തായാലും എനിക്ക് കുറച്ചും കൂടെ ഈസി ആയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടും വളരെ വളരെ ബ്ലെസ്സിങ് ആയിരുന്നു, അനുഗ്രഹമായിരുന്നു, നന്നായിരുന്നു. സാറിന്റെ ക്ലാസ് വളരെ സോഫ്റ്റ്, നന്നായി ഒരു ടീച്ച് ചെയ്യുന്നത് എങ്ങനെയാണല്ലോ, പ്രത്യേക ഒരു ടീച്ചിങ്ങിന് കപ്പാസിറ്റി, നല്ലൊരു കഴിവ് സാറിനുണ്ട്. ഏതായാലും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നും സാറിന്റെ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ മുഖാന്തരം ഒരുപാട് അധ്യാപകർക്ക് സാർ ഒരു അനുഗ്രഹം ആകട്ടെ. എല്ലാ ആശംസകളും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. അടുത്തത് വന്നോളൂ, അടുത്തയാള്. ബിന്ദു ടീച്ചർ. സാർ ഞാൻ ബിന്ദു, കോഴിക്കോട് ജില്ലയിലാണ്. ഇവരെല്ലാം ഇപ്പോഴും പറഞ്ഞ അവരെല്ലാം പോസ്റ്റർ ഒക്കെ ഉണ്ടാക്കിയ ആളാണ്. പക്ഷെ ഞാൻ ഇന്ന് വരെ സ്വന്തമായി ഒരു പോസ്റ്റർ പോലും ഉണ്ടാക്കിയിട്ടില്ല. ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്നായിരുന്നു ഞാൻ ഇന്ന് വരെ വിചാരിച്ചത്. പക്ഷെ സാറിന്റെ ക്ലാസ് കേട്ടതിന് ശേഷം എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ എല്ലാ ക്ലാസ്സും കേട്ടിട്ടുണ്ട്. വർക്ക് മുഴുവനൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ തീർച്ചയായും ഇത് ചെയ്യും. വളരെയധികം സന്തോഷമുണ്ട്. സാറിന്റെ ചിരിക്കുന്ന മുഖത്തോടു കൂടിയുള്ള ആ ക്ലാസ് എനിക്ക് വളരെയധികം സന്തോഷം തരുന്നു. സാറിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഓക്കെ ഓക്കെ, താങ്ക് യു. അടുത്തതായിട്ട് ആരാണ്? ഗുഡ് ഈവനിങ്. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ. എന്റെ പേര് ബേബി ഷമീറ. ഞാൻ മലപ്പുറം ജില്ലയിലാണ്. അപ്പൊ ഞാന് പിന്നെ കുറെ ആയിട്ട് ഈ എന്റെ ക്ലാസ് ഞാൻ യൂട്യൂബിലൊക്കെ ഇങ്ങനെ നോക്കാറുണ്ട്. യൂട്യൂബിൽ നമ്മളോരോ വീഡിയോസ് കാണുമ്പോ അത് എങ്ങനെ ചെയ്യണം എനിക്ക് ഭയങ്കര താല്പര്യമാണ്. ഇങ്ങനെ ഡിജിറ്റലായിട്ട് ചെയ്യണം, പക്ഷെ സമയക്കുറവും ഒരുപാട് ഇപ്പൊ സ്കൂളിലാണെങ്കിലും സോഷ്യൽ മീഡിയന്റെ ചാർജിൽ എനിക്കൊരു ചാർജ് ഉണ്ട്. അപ്പൊ പോസ്റ്ററൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്, പക്ഷെ ഇൻഷോട്ട് പോയി വീഡിയോ ഒക്കെ ആക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്യല്. ഒരുപാട് ടൈം അതിനെടുക്കലുണ്ട്. അപ്പൊ ഈ ഒരു 10 ദിവസം ഭയങ്കര നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് കിട്ടിയത്. അതിൽ അവസാനത്തെ 2 ദിവസം ശരിക്കും നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ശരിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ആ റെക്കോർഡഡ് വീഡിയോ ഉള്ളതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. വർക്ക് മുഴുവനായിട്ട് അയച്ചിട്ടില്ല, സമയം പോലെ അയക്കും. പിന്നെ പിന്നെ വീഡിയോന്റെ ഇതിൽ കുറച്ചൊരു സംശയം ഉണ്ട്. അപ്പം നേരത്തെ ഒരു ടീച്ചർ പറഞ്ഞ പോലെ സംശയങ്ങൾ ഇടയ്ക്ക് പേഴ്സണലി ചോദിക്കണേന് കുഴപ്പമില്ലല്ലോ അല്ലെ? ഇല്ല, അതൊക്കെ ലാസ്റ്റ് പറയും നമ്മള്. ഓക്കെ. അപ്പൊ പിന്നെ സംശയം ഉണ്ടാകുമ്പോ അത് ചോദിക്കും. അപ്പൊ അതിന് മറുപടി തരണം. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ഒരുപാട് ഇങ്ങനെ എജുആർട്ടിന്റെ ഇതിൽ തന്നെ ഞാൻ കുറച്ച് മുന്നേ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിനകം പോസ്റ്ററിന്റെ അതൊക്കെ ഇങ്ങനെ അയച്ചു തരണൊക്കെ ചെയ്യാറുണ്ട്, ചെയ്ത് നോക്കലുണ്ടായിരുന്നു ആദ്യം. അപ്പൊ പിന്നെ നല്ലൊരു ഇതാണ് ഇങ്ങനെ നമ്മുടെ ടീച്ചേഴ്സിന് മെയിനായിട്ട് അഡ്മിഷനും ഇങ്ങനെ കാര്യങ്ങളൊക്കെ വരുമ്പോ പല പല സ്കൂളുകൾ ഇങ്ങനെ ചെയ്യുമ്പോ നമുക്കും തോന്നാറുണ്ട് നമ്മളെ സ്കൂളിലൊന്നും ആയിട്ടില്ലല്ലോ എന്നുള്ളത്. പക്ഷെ ഇനി ആ ഒരു ഇത് ഉണ്ടാവില്ല. നല്ല ഒരു ക്ലാസ് ആയിരുന്നു. ഇനി ഒരുപാട് ആളുകൾക്ക് ഇത് ഉപകാരമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സാറിന് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ എന്റെ അറിവിലൊക്കെ ഞാൻ ഈ പുതിയ ബാച്ചിന്റെ അതൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ ആരും ജോയിൻ ചെയ്തിട്ടുണ്ടോന്ന് അറിയിട്ടില്ല, ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇനിയും ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അറിയിക്കാം. നമ്മൾ ജോയിൻ ചെയ്യും, നിർബന്ധം എന്തായാലും ജോയിൻ ചെയ്യും. അപ്പൊ പുതിയതായിട്ട് എന്തെങ്കിലും ഐഡിയകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കോച്ചിങ് തുടങ്ങുകയാണെങ്കിലൊക്കെ അറിയിക്കാം. ഓക്കെ, ഒരുപാട് താങ്ക്സ്. ഓക്കെ, താങ്ക് യു. അടുത്തത് സാർ, ഞാൻ നവ്യ, കണ്ണൂർ ജില്ലയിലാണ്. ഓക്കെ. സാറിന്റെ ക്ലാസ് വളരെ ഉപകാരപ്രദമാണ്. നമുക്ക് സ്കൂൾ അധ്യാപകർക്ക് അത്രയും ഉപകാരപ്രദമായ ഒരു ക്ലാസ് ആണ്. ഓരോ കാര്യങ്ങളും ജെമിനിക്കകത്ത് ഇത്രയും ടൂൾസ് ഉണ്ട് എന്നുള്ളത് തന്നെ ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നിന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. സാർ ക്ഷമയോടെ നമ്മളെ സംശയങ്ങളൊക്കെ പറഞ്ഞു തന്ന് വളരെ നല്ല രീതിയിൽ ക്ലാസ് കൈകാര്യം ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ മറ്റു ടീച്ചേഴ്സൊക്കെ പറഞ്ഞ പോലെ ഇനിയും നമുക്ക് കുറേ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ വരും. പിന്നെ പുതിയ പുതിയ അപ്ഡേറ്റ്സും അതൊക്കെ സാറ് ഗ്രൂപ്പിലൂടെയൊക്കെ പറഞ്ഞു തരണം എന്നാണ് പറയാനുള്ളത്. വളരെയധികം നന്ദി. ഓക്കെ, താങ്ക് യു. അടുത്തതായി ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇവിടെ സംസാരിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. പിന്നെ നമ്മൾ പരസ്യം പലരും കണ്ടിട്ടുണ്ടാവും, ഓട്ടോമാറ്റിക്കായിട്ട് TM ദിവസവും സെറ്റാവുന്നു. ആ പരസ്യം കണ്ടിട്ട് വന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് Y എന്ന് ടൈപ്പ് ചെയ്തേ. എല്ലാ ദിവസവും ഓട്ടോമാറ്റിക്കായിട്ട് TM
ടീച്ചിങ് മാനുവൽ. ആ പരസ്യം കണ്ടിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ആ പരസ്യം ആരുടെയെങ്കിലും ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിലും വൈ എന്ന് ടൈപ്പ് ചെയ്തോ. ഇല്ല, നമ്മുടെ എജുവാർട്സിൻ്റെ പരസ്യം. യെസ്, അത് നമ്മൾ പഠിച്ചിട്ടില്ല. അത് ഭയങ്കര ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു സെറ്റപ്പാണ്. അതാണ് നമ്മൾ ഇന്നിപ്പോൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. എജുവാർട്സിൻ്റെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ആ ഒരു കാര്യം കൂടി നമുക്ക് പഠിച്ചുകൊണ്ട് ഇത്